ഇത് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തെ കുറച്ച് ക്ലിപ്സാണ്, എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്ക്. പിന്നെ ഈ റൈഡിലൊന്നും മാസിക്ക് കയറാൻ പറ്റില്ല, കാരണം അവൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്, 94 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കയറും, അത് കഴിഞ്ഞിട്ട് ഒരു റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാസിനെ നോക്കും, പിന്നെ ഇക്ക കയറും. അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാർ 2 ടേൺ എടുത്തിട്ടാണ് എല്ലാ റൈഡുകളിലും കയറിയത്. അതിൽ വളരെ കുറച്ച് റൈഡുകളിൽ മാത്രം മാസിക്ക് ഞങ്ങളുടെ കൂടെ കയറാൻ പറ്റുള്ളൂ. ആ റൈഡ്സും ഒക്കെ ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ മാസിക്ക് ഞങ്ങളുടെ കൂടെ കയറാൻ പറ്റി. അപ്പോൾ അവർ ഹൈറ്റ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളൂ കേട്ടോ, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പേടിക്കുന്ന സംഭവങ്ങളില്ല. കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സും അങ്ങനെ സംഭവങ്ങൾ നമ്മളിങ്ങനെ ഭയങ്കര സ്ലോലി മൂവ് ചെയ്യുന്ന ഒരു ഒരു ട്രെയിൻ പോലത്തെ സംഭവം, അതിലിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കാണുകയെന്ന് മാത്രം. പക്ഷേ കുട്ടികൾക്ക് നല്ല രസമായിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജസ്റ്റ് ഒരു പ്ലേ ഏരിയ പോലത്തെ സംഭവം. മാസിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊരു കമ്പനി കൊടുത്തപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി. അതുപോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ കൊട്ടാരങ്ങളൊക്കെ പോലെ ഉണ്ടാവില്ലേ, നമ്മൾ ശരിക്കും ഫെയറി ടെയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കഫ്റ്റീരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറാണ് അടിപൊളി, എന്ത് രസമാണ് കാണാനെന്നറിയോ. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ശരിക്കും നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന കാര്യങ്ങൾ നമുക്ക് റിയലായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്നൊരു ഫീലായിരിക്കും. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണിത്. അപ്പോൾ അതിങ്ങനെ മാസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം കുറേ ലൈറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയായിരുന്നു. അവന് റൈഡുകളിൽ കയറാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിലും അവർക്ക് സങ്കടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു റൈഡ് ഉണ്ട്, അവിടെയും മാസിന് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ അവന് ഇങ്ങനെ ഞാൻ അതിലിരുന്ന് ടാറ്റ കൊടുക്കുമ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് പിന്നെ ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തേക്കാം. അപ്പോൾ ഇക്ക ഞങ്ങൾ ഫോട്ടോ എടുത്ത് തരാം അവിടെ പുറത്ത് നിന്നിട്ട്. പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ എന്തെന്നാ പറയുക, ഇതിപ്പോൾ ഉള്ളിലൊരു റൈഡ് ഉണ്ട്, അതിൽ നമുക്ക് മാസിനായിട്ട് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അതിൽ മാസിനെ കയറ്റാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സെയിം മുന്നത്തെ അതേപോലെ തന്നെ ചെറിയൊരു റൈഡ്, നമുക്കതിൽ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് മക്കൾക്ക് കാണാൻ രസമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ഫെയറി ടെയിൽ പോലെ ഒരു കഥയാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും അവിടെ ലൈറ്റ്സ് വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ മാസിൻക്ക് അവിടെ ഓരോ ക്യാരക്ടേഴ്സൊക്കെ മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് സ്റ്റാച്ചു അല്ല. അപ്പോൾ ഒരു കഥ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് ഓരോ വോയിസൊക്കെ കേൾക്കും. അപ്പോൾ മാസിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അവനിങ്ങനെ അത്ഭുതത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു. അതൊക്കെ ശരിക്കും നേരിട്ട് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ, നമ്മൾ ടി വിയിൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണല്ലേ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ നേരം മാസി കണ്ടിരുന്ന്. അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് റൈഡിൽ കയറാത്ത സങ്കടം അവനക്ക്, പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിലൊരു റൈഡിൽ ഞാൻ കയറിയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുക കേട്ടോ. ഇവിടെ 2 ടൈപ്പ് ക്യൂ ഉണ്ട്, ഒന്ന് ക്യൂ ഫാസ്റ്റ് ഉണ്ട്, ഒന്ന് നോർമൽ ക്യൂ. ക്യൂ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VIP-സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ലൈനാണ് ക്യൂ ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോർമൽ ലൈൻ നിന്നിട്ട് വേണം കേട്ടോ റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ. ഇപ്പോൾ തിരക്കില്ലാത്ത കാരണം അവർ ക്യൂ ഫാസ്റ്റിൽ പോയാൽ ഒരു വലിയ ഇഷ്യൂ ഇല്ല, കാരണം തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ 2 ലൈൻ ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്ത്, അപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോഴത്തേന് ഏകദേശം ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് റഷായി വരുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഭയങ്കര തിരക്കായിട്ടാണ്. അപ്പോൾ നല്ല വലിയ ക്യൂ ആണ്. ഞങ്ങൾ ക്യൂ നിൽക്കട്ടാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും അറ്റത്താണ് കിടക്കുന്ന റൈഡിൽ കയറാനുള്ള എൻട്രൻസ്. നമ്മളവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ ആ റൈഡിൽ കയറി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് അടിപൊളി റൈഡായിരുന്നു. വേർത്തായി. നമ്മൾ കയറിയത് നഷ്ടം വന്നില്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. നല്ല അടിപൊളി റൈഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത റൈഡിൽ കയറിയിട്ടാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ രണ്ടാൾക്ക് ഒറ്റ ടൈം കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മാസനേറ്റിക്ക് കയറി ഫസ്റ്റ്. നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാലാണ് ഫാൻ പിന്നിലത്തെ ഫാൻ കറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിന് എക്സൈറ്റഡ് ആയിട്ട് എന്നോട് സൈക്കിൾ സ്പീഡിൽ ചവിട്ടിയിട്ടമ്മാന്നിട്ട് ഇരിക്കുന്നു. അതിക്കാനേറ്റ് കയറി. അത് കഴിഞ്ഞിട്ട് ഞാനും മാസനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി. സെയിം തന്നെ, വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു മൂവ്മെൻറ്റ്. പക്ഷേ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഹൈറ്റിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ ചുറ്റും അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ അത്രയും സൂപ്പറാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. ഇതിനൊരു 3D മൂവിയുടെ ഒരു എൻട്രൻസും സംതിങ് ഒക്കെ ആയിരുന്നു.